എന്താണ് ബ്രോ ഇങ്ങനെ നോട്ടീസ് പിടിച്ച് വിഷമിച്ചിരിക്കുന്നേ? വിഷമം വന്നിട്ട് വിഷമം വരാൻ കയ്യിലിരിക്കുന്ന ജപ്തി നോട്ടീസ് ഒന്നും അല്ലല്ലോ, ഉത്സവ നോട്ടീസ് അല്ലേ? നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയൂ. അറിഞ്ഞിട്ടിപ്പോ എന്തിനെടുപ്പാൻ? എന്നെ കൊണ്ടൊക്കെ ഞാൻ സൊല്യൂഷൻ തരാം. ഈ വിഷമങ്ങൾ രഹസ്യങ്ങൾ പെണ്ണുങ്ങളടുത്ത് പറഞ്ഞാൽ പിന്നെ പരസ്യമാവാൻ വലിയ സമയമൊന്നും വേണ്ട. ഓഹോ, അപ്പൊ ചേട്ടൻ അങ്ങനെയാണല്ലേ വിചാരിച്ചു വെച്ചേക്കണം. ചേട്ടൻ എത്ര രഹസ്യങ്ങൾ എനിക്കറിയാം. ഞാൻ ഇന്നേവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മാമി ഇത് കേക്കണം. ഇന്നാളൊരു ദിവസം ക്ഷീര കർഷകരുടെ 2 കെട്ട് പച്ചച്ചീര ചോദിച്ച് നാണം കെട്ടവനാണ് യവൻ. ഈ രഹസ്യം ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഇല്ല. അതാണ് എന്റെ സിൻസിയറിറ്റി. ചുമ്മാ പറയണത്. എവള് ഇന്നത്തെ ഗുളിക അയച്ചില്ല. ലൈവ് പ്ലാന്റ് ആണെന്ന് പറഞ്ഞ് റൂമിനകത്ത് കഞ്ചാവ് ചെടി വളർത്തണില്ലേ? ഞാൻ ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല. പറയാൻ എനിക്ക് താല്പര്യമില്ല. കോളേജിൽ നിന്ന് സസ്പെൻഷനും കിട്ടി വീട്ടിൽ നാളെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴത്തേക്ക് മസ്കാബണ്ണിന് 300 രൂപയും കൊടുത്ത് ഒരു നാടക നടിയെ മേക്കപ്പ് ഇടിച്ച് നിർത്തിയ രഹസ്യം എനിക്കറിയാം. ഞാൻ ആരുടെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? എന്റെ ആത്മാർത്ഥത. എല്ലാം പോട്ട് ചേട്ടാ നമ്മുടെ വളയെടുത്ത് പണയം വെച്ച് പകരം ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വെച്ച് ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിൽ അണിഞ്ഞു തരും. ഈ രഹസ്യങ്ങൾ ഞാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോഹനേട്ടാ. മോഹനേട്ടൻ അതായിരിക്കും. മോഹനൻ മോഹനൻ ഞങ്ങള് ഒരു നാടകം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഉടപ്പുറന്നവന്റെ മുഖത്തേക്ക് വിതുമ്പിക്കൊണ്ട് നോക്കുകയാണ് രുക്മിണി ദേവി. രുക്മിണി അതെ, അത് ഞാൻ തന്നെയാണ്. അടുത്ത ആഴ്ചത്തെ ഓണപ്പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് രീതി ഉണ്ടാക്കി നാടകമാണ്. അതിന് ഓണപ്പരിപാടിയൊക്കെ 6 മാസം കഴിഞ്ഞിട്ടല്ലേ? അടുത്ത ആഴ്ച ഓണാവാൻ പോകുന്ന ഒരു പരിപാടിക്ക് ഞങ്ങളുടെ വക ഒരു നാടകം പ്ലാൻ ചെയ്യുകയായിരുന്നു. ശരി ശരി, നടക്കട്ടെ നടക്കട്ടെ. എന്താ നാടകത്തിന്റെ പേര്? നാടകത്തിന്റെ പേര് ആൽത്തറ വീട്ടിൽ മരതകമുണ്ണ. അതെ, ഇതിലെ മെയിൻ മരതകമുണ്ണ ചേട്ടനാണ്. അതെ, ആയിക്കോട്ടെ. അയ്യോ, ചേട്ടൻ ഇപ്പൊ നല്ല സമയമാണ്. ഒരു ലോട്ടറി എടുത്താ ഉറപ്പായിട്ട് അടിക്കും. അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്റെ കൈവാക്കിന് നീ മാറി നിന്നില്ലെങ്കിൽ നിന്നെ ഉറപ്പായിട്ട് ഞാൻ അടിക്കും. കയറിക്കൊടിയാത്ത് പിടി കൊണ്ടുപോകും.